ഓക്കെ, നമ്മളിനി നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ലിംഫോസൈറ്റ്സ്, അതായത് ഇമ്മ്യൂൺ സെൽസിനെ കുറിച്ച്, സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതിനെക്കുറിച്ച് ലിംഫോസൈറ്റ്സ്, ബി സെൽസ്, ടി സെൽസ്, നൾ സെൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ പോർഷനിൽ നമ്മൾ ബി സെല്ലിൻ്റെ, അതായത് ബി ലിംഫോസൈറ്റിൻ്റെ ഫോർമേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Mammalian stem cells differentiate into several kinds of blood cells within the bone marrow, and this process is called hematopoiesis. അതായത് നമ്മുടെ മമ്മേലിയൻസ്, അതായത് നമ്മുടെ മാമൽസിലും നമ്മുടെ ഹ്യൂമൻസിലും നമ്മുടെ ആനിമൽസിലൊക്കെ സ്റ്റെം സെൽസ്, ബോൺ മാരോയിൽ തന്നെ സ്റ്റെം സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹെമറ്റോപോയിസിസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് കുറച്ച് ലിംഫോസൈറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ലിംഫോപോയിസിസ് എന്ന് പറയുന്നത്. അതായത് ഓൾ ലിംഫോസൈറ്റ്സ് ഒറിജിനേറ്റ്സ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഫ്രം കോമൺ ലിംഫോയിഡ് പ്രൊജനിറ്റർ ബിഫോർ ഡിഫറൻഷിയേറ്റിംഗ് ഇൻ ടു ദ ഡിസ്റ്റിങ്ക്ട് ലിംഫോസൈറ്റ് ടൈപ്സ്, ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റ് ഈസ് നോൺ ആസ് ലിംഫോപോയിസിസ്. അതായത് ഈ നമ്മുടെ ഹെമറ്റോപോയിസിസ് നടക്കുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ ലിംഫോയിഡ് പ്രൊജനേറ്ററിൽ നിന്ന്, അതായത് ലിംഫോയിഡ്സ്, ആൻസിസ്ട്രൽ ലിംഫോയിഡ്സ് അവിടെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ലിംഫോസൈറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് അഥവാ ലിംഫോപോയിസിസ് എന്ന് പറയുന്നത്. The process by which the bone marrow derived lymphocyte progenitors are converted to mature lymphocytes that populate the other lymphoid tissue is called lymphocyte maturation. The lymphocyte maturation എന്ന് പറയുന്നത് ഇങ്ങനെ ബോൺ മാരോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്തിട്ട് ബാക്കി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യൂയിലേക്ക് ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിംഫോയിഡ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പം ബി സെല്ലിൻ്റെ മെച്ചുറേഷൻ, അല്ലെങ്കിൽ ആ ബി സെല്ലിൻ്റെ ആ ഒരു ഫോർമേഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബി സെൽ ലീനിയേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ബി സെൽ ലീനിയേജ് സ്റ്റാർട്ട് ഇൻ ദി ഫീറ്റൽ ലിവർ. ബി സെൽ ലീനിയേജ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ ഫീറ്റൽ ലിവറിൽ, അതായത് നമ്മൾ ഫീറ്റസ് ആയിരിക്കുമ്പോൾ തന്നെ ബി സെൽ ലീനിയേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫീറ്റൽ ലിവറിലാണ് ആദ്യമായിട്ട് ബി സെൽ ലീനിയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റെം സെൽസ് മൈഗ്രേറ്റ് ടു ദി ബോൺ മാരോ ആൻഡ് പ്രോളിഫറേറ്റ് ദെയർ. സ്റ്റെം സെൽസ് അങ്ങനെ അവിടെ വെച്ച് ആ സ്റ്റെം സെൽസ് ബോൺ മാരോയിലേക്ക് ഇതിനെ മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫീറ്റൽ ലിവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബി സെൽ ലീനിയേജ്, അതിൽ അവിടെ സ്റ്റെം സെൽസ് ബോൺ മാരോയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ അത് പ്രോളിഫറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ബി സെൽസ് ആർ പ്രോഗ്രാംഡ് ടു റെക്കഗ്നൈസ് എ പർട്ടിക്കുലർ ആൻറ്റിജൻ. ഓരോ ബി സെൽസിനും ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണ് ഓരോ ബി സെൽസിനെയും പർട്ടിക്കുലർ ആൻറ്റിജന് റെക്കഗ്നൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് ലിംഫോസൈറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഇറ്റ് എൻറ്റേഴ്സ് ദി ലിംഫോയിഡ് ടിഷ്യൂ സച്ച് ആസ് ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻസ്. അങ്ങനെ ഈ ലിംഫോസൈറ്റ്സ്, ഇതിൻ്റെ മെച്ചുവർ ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ്, ഈ ലിംഫോസൈറ്റ്സ് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുകയും അത് പിന്നീട് ലിംഫ് നോഡ്, സ്പ്ലീൻസിലേക്കൊക്കെ എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. Only mature lymphocytes can carry immune response. Immune response carry out ചെയ്യുന്നത് മെച്ചുവർ ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി സെൽ മെച്ചുറേഷൻ ആണ്. ഡ്യൂറിങ് ദ മെച്ചുറേഷൻ പ്രോസസ്സ് in the bone marrow, each B cell gains the ability to make just one type of antibody molecule. നമ്മൾ എന്താ പറഞ്ഞത്, ഓരോ ബി സെൽ അല്ലെങ്കിൽ ഓരോ ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ടൊരു ആൻറ്റിജൻ ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ബി ലിംഫോസൈറ്റ്സിൻ്റെ പുറമെ ഒരു ആൻറ്റിജൻ ബൈൻഡിങ് റിസപ്റ്റർ ഉണ്ട്. ആ ആൻറ്റിജൻ ബൈൻഡിങ് റിസപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആൻറ്റിജനെ ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്. ആ മെച്ചുറേഷൻ പ്രോസസ്സിൽ, ബോൺ മാരോയിൽ നിൽക്കുന്ന മെച്ചുറേഷൻ പ്രോസസ്സിൽ ഓരോ ബി സെല്ലും അവർക്ക് ആ ഒരു ആൻറ്റിബോഡി മോളിക്യൂളിനെ മേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഗെയിൻ ചെയ്യുന്നു. ആൻഡ് സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ഇമ്മെച്വർ ബി സെൽസ്. നമ്മുടെ സ്റ്റെം സെൽസ് ആദ്യമേ ഇമ്മെച്വർ ബി സെൽസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ഇമ്മെച്വർ ബി സെൽസ് ഡിവൈഡ് ബൈ മൈറ്റോസിസ് ഇൻ ദി ബോൺ മാരോ. ഈ ഇമ്മെച്വർ ബി സെൽസ് ബോൺ മാരോയിൽ മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്നു. മൈറ്റോസിസ് ഒക്കെ അറിയാൻ നേരത്ത് ബോൺ മാരോയിൽ വെച്ച് ആ ഇമ്മെച്വർ ബി സെൽസ് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ
ഡ്യൂറിങ് ദി മെച്ചുറേഷൻ ബി സെൽസ് ഇൻ ബോൺ മാരോ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ആർ പ്രൊഡ്യൂസേഴ്സ്. അതായത് ഈ മെച്ചുറേഷൻ്റെ സമയത്ത് ബോൺ മാരോയിലുള്ള ആ ബി സെൽസ് ഉണ്ടല്ലോ, ബോൺ മാരോസിലേക്ക് ആ ബി സെൽസ് പോയെന്ന് നമ്മൾ പറഞ്ഞു. ആ ബി സെൽസ് ആൻറ്റിജൻ റിസപ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബി സെൽസിൽ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദീസ് റിസപ്റ്റേഴ്സ് ആർ ഇംപ്ലാന്റഡ് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ബി സെൽസ്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഈ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഈ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ആ ബി സെല്ലിൻ്റെ, ആ ബി ലിംഫോസൈറ്റിൻ്റെ സർഫസിൽ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദീസ് മെച്യൂർ സെൽസ് വിത്ത് ദി ആൻറ്റിജൻ റിസപ്റ്റർ എൻ്റർ ദ സർക്കുലേഷൻ ആൻഡ് കോൺസെൻട്രേറ്റ് ഇൻ ലിവർ ആൻഡ് സ്പ്ലീൻ. അങ്ങനെ ഈ മെച്ചുറേഷൻ വഴി ഈ മെച്ചുവേർഡ് ആയിട്ടുള്ള ബി സെൽസ്, അതായത് ഈ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്ന ഈ മെച്ചുവേർഡ് ആയിട്ടുള്ള ബി സെൽസ് സർക്കുലേറ്ററി പാത്വേയിലേക്ക് എൻ്റർ ചെയ്തിട്ട് അത് ലിവറിലോ സ്പ്ലീനിലോ ഒക്കെ അത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ മെച്ചുവർ ബി സെൽസ് റെപ്രസെൻറ്റിങ് 4 ഡിഫറെൻറ്റ് ക്ലോൺസ് ആൻഡ് ഈച്ച് വിത്ത് ഡിഫറെൻറ്റ് ആൻറ്റിജൻസ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ മെച്ചുവർ ബി സെൽസ് ഓരോ ക്ലോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും അവർക്ക് ഡിഫറെൻറ്റ് ആൻറ്റിജൻസിനെ അവർ കോഡ് ചെയ്യുകയും ചെയ്യുന്നു. And the clone is a small group of identical cells that produce a single type of antibodies. ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ബി സെൽസ് ആണ്. അവർ ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് വെൻ an antigen enter the body, there will be some mature B cells with cell surface receptors that will recognize. അതായത് ഇപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആൻറ്റിജൻ എൻ്റർ ചെയ്യാൻ നേരത്ത് ഇതുപോലുള്ള കുറച്ച് മെച്ചുവർ ബി സെൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ സർഫസിലുള്ള റിസപ്റ്റേഴ്സ് ആ വന്നേക്കുന്ന ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെതിരെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ആ ഒരു പ്രോസസ്സ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പിക്ചറാണിത്. നോക്കിയേ, കണ്ടോ? ഈ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് അത് ഡിവൈഡ് ചെയ്ത് ഇമ്മച്ചുവർ ആയിട്ടുള്ള ബി സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇമ്മച്ചുവർ ബി സെൽസ് ബോൺ മാരോയിൽ വെച്ച് മൈറ്റോസിസ് നടന്നിട്ട് മൈറ്റോസിസ് നടന്ന് അവർ മെച്ചുറാവുന്നു. ആ ബോൺ മാരോയിൽ തന്നെ അവർ മെച്ചുറായിട്ട് അവരവിടെ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ആ ബി സെൽസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് എല്ലാം അതിൻ്റെ സർഫസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നു. ഇംപ്ലാന്റ് ചെയ്ത് അവിടെ ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ആ ബി സെല്ലിൻ്റെ സർഫസിൽ ഉണ്ടാവുന്നു. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മെച്ചുവർ ബി സെൽസ് ഏതെങ്കിലും സർക്കുലേറ്ററി പാത്വേയിലേക്ക്, ബ്ലഡ് സർക്കുലേറ്ററി പാത്വേയിലേക്കോ ലിംഫാറ്റിക് പാത്വേയിലേക്കോ എൻ്റർ ചെയ്തിട്ട് അത് സ്പ്ലീനിലോ ലിവറിലോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ താഴത്തെ കാണിച്ചേക്കുന്നതാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി സെൽ ആക്ടിവേഷനാണ്. അപ്പോൾ നമ്മൾ ബി സെൽ മെച്ചുറേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ബി സെൽ ലീനേജ് കണ്ടു, പിന്നെ അത് ഉണ്ടായ ഇമ്മച്ചുറായിട്ടുള്ള ബി സെല്ലിൻ്റെ മെച്ചുറേഷൻ കണ്ടു. ആ മെച്ചുറേഷനിലാണ് അവിടെ ആൻറ്റിജൻ റിസപ്റ്റേഴ്സൊക്കെ ആ ബി സെല്ലിൽ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി ബി സെൽ ആക്ടിവേഷൻ, എങ്ങനെയാണ് ഈ ബി സെൽ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പം റിസപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ബി സെല്ല് ഇനാക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. When the pathogens enter the body for the first time, ആദ്യമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഒരു പത്തോജൻ എൻ്റർ ചെയ്യുമ്പോൾ ഈ മെച്ചുവർ ബി സെൽസ്, ഈ മെച്ചുവർ ആയിരിക്കുന്ന ബി സെൽസ് ഫസ്റ്റ്, അതായത് ആദ്യമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു പത്തോജൻ എൻ്റർ ചെയ്യുമ്പോൾ, ഇൻവേഡ് ചെയ്യുമ്പോൾ ആ മെച്ചുവർ ബി സെൽസ്, അതായത് ആ സ്പെസിഫിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ഉള്ള ആ മെച്ചുവർ ബി സെൽസ് ഉണ്ടല്ലോ, ആ ബി സെൽസിലേക്ക് ഈ ആൻറ്റിജൻ വന്ന്, ഈ നമ്മുടെ ബോഡിയിലേക്ക് ഇൻവേഡ് ചെയ്ത ആൻറ്റിജൻ വന്ന് ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ബി സെല്ല് ആക്ടിവേറ്റ് ആകുകയും അവിടെ മൈറ്റോസിസ് വഴി റാപ്പിഡ് ഡിവിഷൻ നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഹ്യൂജ് നമ്പർ ഓഫ് ബി സെൽസ് അവിടെ ഫോം ചെയ്യുന്നു. അതിൽ ആ ബി സെൽസ് ഫോം ചെയ്യുന്നതിൽ കുറച്ച് ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് കുറേ പ്രോജനീസ് ഉണ്ടാകുന്നു. അതിൽ കുറച്ചെണ്ണം പ്ലാസ്മ സെൽസ് ആകുകയും അവർ ആ പ്ലാസ്മ സെൽസ് ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. വേറെ കുറച്ച് സെൽസ് മെമ്മറി ബി സെൽസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ആൻഡ് ഈ സെൽസ്, ഈ മെമ്മറി സെൽസ്, അതായത് നമുക്ക് ആദ്യത്തെ സ്റ്റേജിലുണ്ടായ മെമ്മറി സെൽസ്, ഫസ്റ്റ് ഉണ്ടായ പ്ലാസ്മ
പ്ലാസ്മ സെൽസ് കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ഇനി അവിടെ ഉണ്ടായ മെമ്മറി സെൽസ് ആ ബോഡിയിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ബോഡിയിൽ തന്നെ അത് സ്റ്റേ ബാക്ക് ചെയ്യുന്നത്. അത് കുറേ നാളത്തേക്ക് നമ്മുടെ ബോഡിയിൽ അത് കാണുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ആ മെമ്മറി സെൽസ് റിട്ടൈൻ ചെയ്യുന്നുണ്ട്. ഇനി കുറേ നാൾക്ക് ശേഷം വീണ്ടും ആ സെയിം ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആ മെമ്മറി സെൽസ്, ആ ആദ്യം ഉണ്ടായിട്ടുള്ള ആ മെമ്മറി സെൽസ്, അവിടെ നമ്മുടെ ബോഡിയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്ത ആ മെമ്മറി സെൽസ് ഈ ആൻറ്റിജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർ ആ മെമ്മറി സെൽസ് പിന്നെയും റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്ത് പിന്നെയും പ്ലാസ്മ സെൽസും വീണ്ടും ഒരു സെറ്റ് ഓഫ് മെമ്മറി സെൽസ് ഉണ്ടാകുന്നു. ആ പ്ലാസ്മ സെൽസ് പെട്ടെന്ന് തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ആൻറ്റിജനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. അങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ സബ്സിക്വൻറ്റ് ഇൻവേഷനിൽ, അതായത് ഓരോ പ്രാവശ്യം ഈ ആൻറ്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ആ ആൻറ്റിജനെ നമ്മുടെ ബോഡിയിൽ നിന്നും ആ സിംറ്റംസ് എന്താണെന്ന് മുമ്പ് തന്നെ ആൻറ്റിജനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിസീസ് ക്യാരി ചെയ്യുന്നതായിരിക്കും ഈ ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസീസിൻ്റെ സിംറ്റം വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു നമ്മുടെ ഈ മെമ്മറി സെല്ലിൻ്റെ സഹായത്തോടു കൂടി ആൻറ്റിജനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റുന്നു. ഇതാണ് നമുക്ക് ചിക്കൻ പോക്സ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നടക്കുന്നത്. അതായത് ചിക്കൻ പോക്സ് നമുക്ക് ഫസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും അത് ഓൾറെഡി ഫസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കത് പുറത്തേക്ക് അസുഖമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വരുന്ന ഒരു വൈറസാണ്. നമ്മുടെ ബോഡിയിലേക്ക് ആദ്യമായിട്ട് കയറുന്ന ഒരു വൈറസാണ്. അപ്പം ആദ്യത്തെ കയറുന്ന ഒരു പത്തോജനാണ്. അപ്പോൾ ആ പത്തോജൻ നമ്മുടെ ബോഡിയിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര താമസമായിരിക്കും. അപ്പം ആ ഒരു സമയത്താണ് നമുക്ക് അതിൻ്റെ ആ സിംറ്റംസ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഗ്യാപ്പിൽ ആ സമയത്ത് തന്നെ അവിടെ നമ്മുടെ മെമ്മറി സെൽസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം മെമ്മറി സെൽസ് ഇപ്പം അതിനെ റെക്കഗ്നൈസ് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഒരു ടൈമിൽ വീണ്ടും ആ ഒരു ചിക്കൻ പോക്സിൻ്റെ വൈറസ് നമ്മുടെ ബോഡിയിൽ ഇൻവൈഡ് ചെയ്യാൻ നേരത്ത് ആ മെമ്മറി സെൽസ് അത് ഇന്നതിൻ്റെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെതിരെ പെട്ടെന്ന് തന്നെ പ്ലാസ്മ സെൽസ് ഡിവൈഡ് ചെയ്ത് അത് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ ഒരു പത്തോജനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. അതാണ് നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നടന്നു വരുന്നത്. അതാണ്ട് ഇത് നമ്മുടെ ടെക്സ്റ്റിലെ ഒരു പോർഷനാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് റെസ്പോൺസസിൽ ഫസ്റ്റായിട്ട് നമ്മുടെ ഒരു പത്തോജൻ എക്സ്പോഷർ വരാൻ നേരത്ത് ആ ഒരു ആൻറ്റിജൻ റിസപ്റ്ററിലേക്ക് അത് വന്ന് ഫിറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് റാപ്പിഡായിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടന്ന് കുറേ സെൽസ് ഉണ്ടാകുകയും കുറച്ച് സെൽസ് പ്ലാസ്മ സെൽസായിട്ട് മാറുന്നു, കുറച്ച് സെൽസ് മെമ്മറി സെൽസായിട്ട് മാറുന്നു. കണ്ടോ, ഈ പ്ലാസ്മ സെൽസിൽ കുറച്ചെണ്ണം കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ആൻറ്റിബോഡീസാണ് ഈ ഒരു ഓർഗാനിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പത്തോജനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഈ മെമ്മറി സെൽസ് രണ്ടാമതൊരു എക്സ്പോഷർ വരുന്ന സമയത്ത് ഈ മെമ്മറി സെൽസ് പെട്ടെന്ന് ഈ ഒരു പത്തോജനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കൂടുതൽ ന്യൂമറസ് ആയിട്ടുള്ള പിന്നെയും ന്യൂമറസ് ആയിട്ട് കുറേ സെൽസിനെ അവർ ഈ മെമ്മറി സെൽസ് ഡിവൈഡ് ചെയ്ത് അവിടെ എക്സിസ്റ്റ് ചെയ്ത മെമ്മറി സെൽസ് ഡിവൈഡ് ചെയ്ത് കുറേ പ്ലാസ്മ സെൽസിനെയും കുറേ മെമ്മറി സെൽസിനെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അങ്ങനെ ഈ പ്ലാസ്മ സെൽസ് പിന്നെയും കുറേ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഫാസ്റ്റായിട്ട് നടക്കുന്ന കാരണം ആ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് നമുക്ക് ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് തന്നെ അത് വരുന്ന സമയത്ത് തന്നെ ഈ മെമ്മറി സെൽസ് വരുന്ന ആ ഒരു പത്തോജനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെതിരെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. The concentration of antibody molecule in blood varies after first and subsequent encounter of an antigen. അതായത് ആദ്യത്തെ എൻകൗണ്ടറിൻ്റെ സമയത്ത്, അതായത് ആദ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ പത്തോജൻ വരുന്ന സമയത്ത് ആൻറ്റിബോഡി അങ്ങനെ ഓരോ ടൈമിലും ഇപ്പോൾ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ കുറച്ച് ആൻറ്റിബോഡി നമ്മുടെ ബ്ലഡിൽ റിട്ടൈൻ ചെയ്യത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും അത് പിന്നെയും കൂടി വരും. ആൻഡ് ഫസ്റ്റ് ഓർ പ്രൈമറി റെസ്പോൺസ് സ്ലോ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ റെസ്പോൺസ് എപ്പോഴും സ്ലോ ആയിരിക്കും. കാരണം അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതെങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിനെതിരെ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ബട്ട് സെക്കൻഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് മച്ച് ഫാസ്റ്റർ ബിക്കോസ് ദർ ആർ മെനി മെമ്മറി സെൽസ് വിച്ച് ക്വിക്ക്ലി ആൻഡ് ഡിഫറൻഷിയേറ്റഡ്
ഇൻറ്റു പ്ലാസ്മ സെൽസ് ആൻഡ് അതർ സെറ്റ് ഓഫ് മെമ്മറി സെൽസ്. അതായത് സെക്കൻഡറി ആയിട്ടൊരു റെസ്പോൺസ് അവിടെ സെക്കൻഡറി ആയിട്ടത് ഇൻവേഡ് ചെയ്യാൻ നേരത്ത്, സെക്കൻഡ് ടൈം അത് ഇൻവേഡ് ചെയ്യാൻ നേരത്ത് അടുത്ത സെക്കൻഡറി റെസ്പോൺസ് ഫാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു മെമ്മറി സെൽസ്, ഓൾറെഡി ഉള്ള മെമ്മറി സെൽസ് പെട്ടെന്ന് തന്നെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ആ മെമ്മറി സെൽസ് ഡിവൈഡ് ചെയ്ത് പ്ലാസ്മ സെൽസും പിന്നെയും വേറെ സെറ്റ് ഓഫ് മെമ്മറി സെൽസ് ഉണ്ടാകുകയും ആ പ്ലാസ്മ സെൽസ് പെട്ടെന്ന് തന്നെ ആൻറ്റിബോഡീസ് റിലീസ് ചെയ്ത് ആ ആൻറ്റിജനെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഇതാണ് ബി സെൽ ആക്ടിവേഷനിൽ വരുന്നത്. അതുകൊണ്ട് എൻ്റെ പോർഷൻ കഴിഞ്ഞു. താങ്ക് യു.